നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ 6ാമത്തെ വിദേശ സൈനിങ്ങും നടത്തിയല്ലോ. ബ്ലാസ്റ്റേഴ്സിലേക്ക് ഏത് പുതിയ താരം വന്നാലും ആ താരത്തെക്കുറിച്ച് വിശദമായിട്ടറിയാൻ വേണ്ടി ആരാധകർ പരതും എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് ചില അറ്റവും മുറിയൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വിശദമായിട്ട് ആരാണ് ഈ താരം, അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ഏതൊക്കെ പൊസിഷനിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. താരം സ്കോട്ടിഷ് താരമാണ്. പേര് നിങ്ങൾക്കറിയാം, ജയ്. പേര് പോലെ ബ്ലാസ്റ്റേഴ്സിനെ ജയിപ്പിക്കാൻ കഴിയട്ടെ. ജയ് ക്വിറ്റോങ്കോ അദ്ദേഹം ഈ സീസണിലേക്ക് കരാറിലെത്തിയിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചത്. ദി ബ്ലാസ്റ്റേഴ്സ് ആർ പ്ലീസ്ഡ് ടു അനൗൺസ് ദി സൈനിങ് ഓഫ് ജയ് ക്വിറ്റോങ്കോ, എ സ്കോട്ടിഷ് ഫോർവേഡ്, അണ്ടിൽ ദി എൻഡ് ഓഫ് ദി സീസൺ, എൻഡ് ഓഫ് ദി ISL 2025-26 സീസൺ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചത്. ചുരുക്കത്തിൽ ഈ സീസണിലേക്ക് മാത്രമുള്ള ഒരു ഷോർട്ട് ടേം കരിയറാണ് ജയ് ക്വിറ്റോങ്കോക്ക് കൊടുത്തിരിക്കുന്നത്. 28 വയസ്സുള്ള താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് യൂറോപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ കളിച്ചുള്ള അനുഭവത്തോടു കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി, ഫിസിക്കാലിറ്റി, എക്സ്പീരിയൻസ് ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റും. ഇരു പാർശ്വങ്ങളിലും, അതായത് ലെഫ്റ്റിലും റൈറ്റിലും അദ്ദേഹത്തിന് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ടാക്റ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി താരത്തിൻ്റെ വരവോടുകൂടി ലഭിക്കുകയാണ്. കോച്ചിന് കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ജനിക്കുന്നത് സ്കോട്ട്ലൻഡിലെ വിഷോ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്, സീനിയർ കരിയർ ആരംഭിക്കുന്നത് സ്കോട്ടിഷ് ലീഗിലൂടെയാണ്. പ്രധാനമായും ഗ്രിനോക്ക് മോർട്ടൺ എടുത്തു പറയേണ്ട ക്ലബ്ബാണ്. പിന്നീട് അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകളിൽ പാർട്ടിക് തിസ്ലയുണ്ട്, അതുപോലെ മെഷിൻ സാസി ഇറാനിലുള്ള ആ ഒരു ക്ലബ്ബ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡംബാർട്ടൺ, ക്യൂൻസ് പാർക്ക്, പിന്നെ മാൽറ്റീസ് സൈഡായിട്ടുള്ള മാർക്സ്ലോക്ക് എന്ന് പറയുന്ന ക്ലബ്ബിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ കളിച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഒരുപാട് ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഇവിടെ ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ അണ്ടർ 21 ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. താരത്തെ കൊണ്ടുവന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO വളരെ ഹാപ്പിയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആദ്യ പ്രതികരണം, തീർച്ചയായിട്ടും ജയ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഹോപ്പ്ഫുള്ളി he will be able to contribute to the team and make this season a success for himself and for the club എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO പറഞ്ഞതെങ്കിൽ ജയ് വളരെയധികം ഡിലൈറ്റഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ പ്രതികരണം വന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഞാൻ വളരെ ഡിലൈറ്റഡാണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ഹോണറായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സക്സസ്, അതുപോലെ ജോയ്ഫുൾ മൊമെൻറ്റ്സ് എല്ലാം ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ബ്യൂട്ടിഫുൾ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCക്കെതിരെ കളിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിന് ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം ഉണ്ടാവില്ല. മറ്റു താരങ്ങളുടെ മികച്ച പ്രകടനത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം മണ്ണിലെ മത്സരങ്ങൾ, ഈ സീസണിലെ ഹോം മത്സരങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.